അതെ, നമുക്ക് സത്യത്തിലേ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുക. കൂട്ടത്തില് നമുക്ക് മടിയും കൂടി ആയി കഴിഞ്ഞാൽ എന്താണ്ടാവുക, ഇതേപോലെ ഇരിക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ട്ടാ. എങ്ങനെയാണ് ഇത്രയധികം പാത്രങ്ങൾ വന്നേന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇതൊക്കെ ഞാൻ തന്നെ കഴുകി വെച്ചേ മതിയാവൂ. അപ്പൊ എന്തായാലും കുറച്ച് ടാസ്ക്കാണ്, ചെറിയൊരു ടാസ്ക്കാണ്. അപ്പൊ അതാ ചെയ്യാൻ തുടങ്ങാണ് ട്ടോ ഞാനങ്ങനെ. അപ്പൊ എന്തായാലും നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടും ഭാരങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാലും നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ആയി പോവും ല്ലേ? അത് നമ്മളുടെ ഒരു ശീലമായി പോയിട്ടുണ്ട്. അത് ഇതുപോലെ ഞാൻ മാത്രമാണോ അതോ എന്നെപ്പോലെ വേറെ വല്ലവരും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. സത്യമായിട്ടും ഇത് ഞാനല്ല, ഞാൻ ഇങ്ങനെയല്ല. ഞാൻ കൃത്യമായിട്ട് പാത്രങ്ങൾ അപ്പപ്പ കഴുകി വെക്കുന്ന ആളാണ്. എല്ലായ്പ്പോഴും ഒരുപോലെ വൃത്തിയായിരുന്നാ ശരിയാവില്ലല്ലോ ല്ലേ? പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, സത്യം പറയാണെങ്കില് ഇച്ചിരി നല്ല ബിസിയാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ പ്രോജക്റ്റ് തീരാറായി. തീരാറായി മീൻസ് ഇപ്പം നമ്മള് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഈ മാസം ലാസ്റ്റോട് കൂടി നമ്മൾ ഏകദേശം കേരളത്തിലേക്ക് വരാണ്. കേരളത്തിൽ നമ്മൾ കുറച്ച് നാൾ നിന്നിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ മിസോറാമിൽ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. സൗത്ത് പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾക്ക് അത് കാരണം ഇവിടുത്തെ ഒരു പ്രോജക്റ്റിൻ്റെ അവസാനമായതുകൊണ്ട് കുറച്ച് തിരക്കുകളും കുറച്ച് വർക്ക് കൂടുതലും ഉണ്ട്. അപ്പം നമുക്ക് കുറേ ലാപ്പിൽ കുറേ വർക്ക് ഉണ്ട്. പിന്നെ ബ്ലോക്കിൽ പോയായിരുന്നു. അങ്ങനെ കുറേ കുറേ പ്രോഗ്രാംസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം നമ്മൾക്കിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടി, കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒരു ഇത് തോന്നും. അപ്പോൾ എന്തായാലും ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ആകെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് തന്നെ എന്നോട് എൻ്റെ പൊന്നേ, പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇടുന്നത് താല്പര്യമില്ലാത്ത ആളാണ്. ഞാൻ അപ്പം കഴുകി വെച്ചിട്ടാണ് എൻ്റെ ശീലം. പക്ഷെ എനിക്കറിയാൻ പാടില്ല, മടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനല്ലാതെ ആവുമെന്ന് പറഞ്ഞ മാതിരി നിങ്ങളും അതുപോലൊക്കെ തന്നെയാണെന്നാണ് വിചാരിക്കണേ ഞാൻ. ചിലർ നല്ലവരുണ്ടായിരിക്കും ട്ടോ. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ ഞാനിങ്ങനെയാണ് ല്ലേ. അപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതിൻ്റെ ഇടയിൽ ദേ കണ്ടോ എൻ്റെ കെറ്റിലൊന്ന് ഞാൻ എൻ്റെ ചോറ് വെക്കുന്നതും പിന്നെ അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക മധുരക്കിഴങ്ങൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ പുഴുങ്ങുന്നതും ഈ കെറ്റിലാണ്. അപ്പോൾ കെറ്റിലിൻ്റെ മൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളകി വന്നപ്പോൾ ഇച്ചിരി ടെൻഷനായി പോയി ട്ടോ ഞാൻ. കാരണം ദൈവമേ, ഇനി എങ്ങാനും ഇത് നന്നാക്കാൻ കൊടുക്കേണ്ടി വരുമോ, എൻ്റെ സർവ്വത്ര പണിയും നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ തന്നെ അത് റിപ്പയർ ചെയ്തു, ഓക്കെ ആക്കി ട്ടാ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് കഴുകി അങ്ങനെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ അവിടെ കണ്ടില്ലേ, അവിടെ പൈപ്പ് എപ്പോഴും ഈ ചെറിയൊരു ചോർച്ചയുണ്ട്. ചോർച്ച മീൻസ് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. ഞാനിവിടെ ഓണറുടെ അടുത്ത് പറഞ്ഞതായിരുന്നു അതൊന്ന് വെള്ളം കുറേ പോകുന്നുണ്ടെന്ന്. പക്ഷെ അവരത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കാരണം കൊണ്ട് എനിക്കിപ്പോൾ പണിയാണ്. എന്തെങ്കിലും ഒരു പാത്രം എപ്പോഴും അടുത്ത് വെച്ചുകൊണ്ടിരിക്കണം, അതിൻ്റെ താഴെ വെച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ കൊണ്ട് കളഞ്ഞതേ കുറച്ച് മല്ലിയില, എന്താ പറയുക, നല്ലോണം വാടിപ്പോയായിരുന്നു. അപ്പോൾ അതൊന്ന് കൊണ്ട് കളയാൻ പോയതാണ്. പിന്നെ ദേ 2 ദിവസമായി ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ഉരച്ച് കഴുകിയിട്ട് ട്ടോ. 2 ദിവസം കൂടുമ്പോൾ ഞാനിങ്ങനെ ഉരച്ച് കഴുകാറുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി ഒപ്പം ചെയ്തു. അവിടെയൊക്കെ ആകെ വൃത്തിയാക്കിയിട്ടു. നമുക്ക് തന്നെ കാണുമ്പോൾ ആഹാ സുഖം, നല്ല ഭംഗി കാണാൻ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തായാലും നമുക്ക് മടി കാണും. ഇപ്പോൾ ഞാൻ ബദാം കഴിക്കാറുണ്ട് ട്ടോ. അപ്പം ഞാൻ ബദാം മിക്ക ദിവസം മറന്നു പോവാണ് പതിവ്. അപ്പം നേരത്തോടെ തന്നെ ബദാം ഞാൻ ഇട്ടു ട്ടോ. അപ്പോൾ എൻ്റെ പണി ഏകദേശം പൂർത്തിയായി. അടുക്കളയൊക്കെ നല്ല വൃത്തിയും വെടുപ്പും മെനയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. തൽക്കാലത്തേക്ക് ടാറ്റ, സീ യു, ബൈ.